മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ് മേരീസ് പ്രയർ മിനിസ്ട്രിയിലാണ്. കേസിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും നീതി നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഇതാ ഒരു ദൈവവചനം നൽകുകയാണ്. അങ്ങനെ സംഭവിക്കും. കെട്ടിക്കിടക്കുന്ന, നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, വിധി നീണ്ടുപോകുന്ന, വാദികളോ പ്രതികളോ ഹാജരാകാതെ കിടക്കുന്ന കേസിൽ ദൈവികമായ ഇടപെടലുണ്ടാവും. ഫയലുകളെയും ജഡ്ജിയെയും വക്കീലുമാരെയും എല്ലാം, കക്ഷികളെയും പ്രതികളെല്ലാം ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് ക്ഷമിച്ച് അനുഗ്രഹിച്ച് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി ക്ഷമിച്ച്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നീതി നടപ്പാക്കി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. പ്രതികാര ബുദ്ധിയും വാശിയെല്ലാം കളയുക. അതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. എല്ലാം ഉറക്കം പോലും പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കേസൊക്കെ തീർന്നു വരുമ്പോഴേക്കും സംഗതി അടിപറ്റിയിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ദൈവികമായ ഒരു നീതി നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ്. സങ്കീർത്തനം 43:1. ദൈവമേ, എനിക്ക് നീതി നടത്തി തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് നീതി നടത്തി തരണമേ. അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ. വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. നിങ്ങളുടെ ഫയലുകളുടെ മേൽ, കേസിൻ്റെ മേൽ, ജഡ്ജിയുടെ മേൽ, വക്കീലിൻ്റെ മേൽ, എതിർഭാഗത്തിൻ്റെ മേൽ, അവരുടെ വക്കീലിൻ്റെ മേൽ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെ മേൽ യേശുവിൻ്റെ തിരുരക്തം ഒഴുകി വീഴുന്നതായിട്ട് വിശ്വാസത്താൽ കാണുക. അനുകൂലമായ ഒരു വിധി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗൗരവമായിട്ട് എടുക്കുക. എന്ന് പറഞ്ഞ് വരിഞ്ഞു മുറുകി ടെൻഷൻ അടിക്കാനില്ല. വിജയം ലഭിച്ചതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിന് മുമ്പ് പലർക്കും ഇതുപോലെ കേസിൽ വിജയം കിട്ടാനും കേസ് വിളിക്കാനും നീതി കിട്ടാനൊക്കെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദെർ ഇസ് എ വിൽ, ദെർ ഇസ് എ വേ. വിശ്വസിച്ചാൽ അതുപോലെ നടക്കും. മത്തായി 21:22 പറയുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാം. അതുകൊണ്ട് അനീതിയായിട്ടുള്ളതല്ലല്ലോ. ദൈവം കള്ളത്തരത്തിന് ഒരിക്കലും കൂട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് ദൈവികമായ നീതി നടപ്പാക്കി കിട്ടാനായിട്ട് മത്തായി 21:22 പ്രാർത്ഥിച്ചോ. സങ്കീർത്തനം 43:1. മറന്നുപോലെ ദൈവമേ, എനിക്ക് നീതി നടത്തി തരണമേ. അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ. വഞ്ചകരും നീതിരഹിതരുമായവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. പലരും ഓടി വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറേ അത്ഭുതം നടന്നിട്ടാ. ഇതൊരിക്കലും വിചാരിച്ചല്ല, നമ്മുടെ വക്കീൽ വരെയും പറഞ്ഞതാണ് ഇത് നമുക്ക് അനുകൂലമാവില്ലെന്ന്. എങ്ങനെ നടന്നെന്നറിയില്ല, ദൈവം ഉണ്ടിട്ടാ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന